ശാന്തി 25/7/25. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, സദാ ഒരേ ഒരു ചിന്തയിലിരിക്കൂ. നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് സ്വയം തനിക്ക് രാജതിലകം നൽകണം. പഠനത്തിലൂടെയാണ് രാജപദം ലഭിക്കുന്നത്. ചോദ്യം: കുട്ടികൾ ഏതൊരു ഉത്സാഹത്തിൽ ഇരിക്കണം? നിരാശമാകുവാൻ പാടില്ല. എന്തുകൊണ്ട്? ഉത്തരം: സദാ ഈ ഉത്സാഹത്തിലിരിക്കണം. നമുക്ക് ഈ ലക്ഷ്മി നാരായണന്മാരെ പോലെ ആകണം. ഇതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ഒരിക്കലും നിരാശമാകുവാൻ പാടില്ല. കാരണം ഈ പഠനം വളരെ സഹജമാണ്. വീട്ടിലിരിക്കുമ്പോഴും പഠിക്കുവാൻ സാധിക്കും. ഇതിന് യാതൊരു ഫീസുമില്ല. എന്നാൽ ധൈര്യം തീർച്ചയായും വേണ്ടതാണ്. ഗീതം: നീ തന്നെ മാതാവും പിതാവും നീ തന്നെ. ഓം ശാന്തി. കുട്ടികൾ തൻ്റെ പിതാവിൻ്റെ മഹിമ കേട്ടു. മഹിമ ഒന്നിൻ്റേത് മാത്രമാണ്. മറ്റാരുടെയും മഹിമ പാടുക സാധ്യമല്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കറിന് പോലും ഒരു മഹിമയും ഇല്ലെന്നിരിക്കെ ബ്രഹ്മാവിലൂടെ സ്ഥാപന ചെയ്യിക്കുന്നു, ശങ്കറിലൂടെ വിനാശം ചെയ്യിക്കുന്നു, വിഷ്ണുവിലൂടെ പാലന ചെയ്യിക്കുന്നു. ലക്ഷ്മി നാരായണന്മാരെ ഇങ്ങനെ യോഗ്യരാക്കുന്നതും ശിവബാബ തന്നെയാണ്. ആ ഒന്നിനാണ് മഹിമയുള്ളത്. ആ ഒന്നിൻ്റേതല്ലാതെ പിന്നെ ആരുടെ മഹിമ പാടുവാനാണ്? ഇവരെ ഇങ്ങനെയാക്കി മാറ്റുന്ന ടീച്ചർ ഇല്ലായിരുന്നുവെങ്കിൽ ഇവരും ഇങ്ങനെ ആകുമായിരുന്നില്ല. പിന്നെ മഹിമയുള്ളത് സൂര്യവംശി കുലത്തിനാണ്. അവർ രാജ്യം ഭരിക്കുന്നു. ബാബ സംഗമത്തിൽ വന്നില്ലായിരുന്നു എങ്കിൽ ഇവർക്കും രാജധാനി ലഭിക്കുക സാധ്യമല്ല. മറ്റാർക്കും തന്നെ മഹിമയില്ല. ഫോറിനേഴ്സ് തുടങ്ങി ആരുടെയും മഹിമ ചെയ്യേണ്ട ആവശ്യമില്ല. മഹിമ കേവലം ഒന്നിനാണ്. രണ്ടാമത് ആർക്കുമില്ല. ഉയർന്നതിലും ഉയർന്നത് ശിവ് ബാബ തന്നെയാണ്. ആ ഒന്നിലൂടെയാണ് ഉയർന്ന പദവി ലഭിക്കുന്നത്. അപ്പോൾ ആ ഒന്നിനെ നല്ല രീതിയിൽ ഓർമ്മിക്കേണ്ടതല്ലേ? സ്വയം തന്നെ രാജാവാക്കി മാറ്റുന്നതിനായി സ്വയം പഠിക്കണം. ഏതുപോലെ ബാരിസ്റ്ററി പഠിക്കുമ്പോൾ സ്വയം തന്നെ പഠനത്തിലൂടെ ബാരിസ്റ്റർ ആക്കി മാറ്റുന്നല്ലോ. നിങ്ങൾ കുട്ടികൾക്കറിയാം, ശിവ് ബാബ നമ്മെ പഠിപ്പിക്കുന്നു. ആര് നല്ല രീതിയിൽ പഠിക്കുമോ അവർ ഉയർന്ന പദവി നേടും. പഠിക്കാത്തവർക്ക് പദവി നേടുവാൻ സാധിക്കില്ല. പഠിക്കുവാൻ ശ്രീമത്ത് ലഭിക്കുന്നു. മുഖ്യമായ കാര്യം പാവനമാകുന്നതിൻ്റെതാണ്. അതിനുവേണ്ടിയാണ് ഈ പഠനം. നിങ്ങൾക്കറിയാം, ഈ സമയം എല്ലാവരും തമോ പ്രധാനവും പതീതവുമാണ്. നല്ലതും മോശവുമായ മനുഷ്യർ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. പവിത്രമായിരിക്കുന്നവരെ നല്ലവർ എന്ന് പറയുന്നു. നന്നായി പഠിച്ച് ഉയർന്ന വ്യക്തിയാകുമ്പോൾ മഹിമയുണ്ടാകുന്നു. പക്ഷേ എല്ലാവരും പതീതമാണ്. പതീതർ പതീതരുടെ മഹിമ ചെയ്യുന്നു. സത്യയുഗത്തിൽ പാവനമാണ്. അവിടെ ആരും ആരുടെയും മഹിമ ചെയ്യുന്നില്ല. ഇവിടെ പവിത്ര സന്യാസിയുമുണ്ട്, അപവിത്ര ഗൃഹസ്ഥികളുമുണ്ട്. അപ്പോൾ പവിത്രമായവരുടെ മഹിമ പാടപ്പെടുന്നു. അവിടെ യഥാ രാജ റാണി തഥാ പ്രജ ആയിരിക്കും. പവിത്രം അപവിത്രം എന്ന് പറയുവാനായി മറ്റൊരു ധർമ്മവും ഉണ്ടായിരിക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ ചില ഗൃഹസ്ഥികളുടെയും മഹിമ പാടിക്കൊണ്ടിരിക്കുന്നു. പാടുന്നവർക്ക് അവർ ഈശ്വരനും അള്ളാഹുവാണ് എന്നതുപോലെയാണ്. പക്ഷേ അള്ളാഹുവിനെ പതീത പാവനൻ, ലിബറേറ്റർ, ഗൈഡ് എന്ന് പറയുന്നു. അവർക്ക് പിന്നെ ഇതെല്ലാം എങ്ങനെയാകുവാൻ സാധിക്കും? ലോകത്തിൽ എത്ര ഘോര അന്ധകാരമാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു. അതിനാൽ കുട്ടികൾക്ക് ഈ ചിന്ത ഉണ്ടായിരിക്കണം. നമുക്ക് പഠിച്ച് സ്വയം തന്നെ രാജാവാക്കി മാറ്റണം. ആര് നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യുമോ അവർ രാജതിലകം നേടും. കുട്ടികൾക്ക് ഉത്സാഹം ഉണ്ടായിരിക്കണം. നമ്മൾ ഈ ലക്ഷ്മി നാരായണനെ പോലെ ആകട്ടെ. ഇതിൽ ആശയക്കുഴപ്പത്തിൻ്റെ കാര്യമില്ല. പുരുഷാർത്ഥം ചെയ്യേണ്ടത് ആവശ്യമാണ്.
നിരാശമാകേണ്ട ആവശ്യമില്ല. ഈ പഠനം അങ്ങനെയുള്ളതാണ്. കട്ടിലിൽ കിടന്നുകൊണ്ടും പഠിക്കാൻ സാധിക്കും. വിദേശത്ത് കഴിയുമ്പോഴും പഠിക്കുവാൻ സാധിക്കും. വീട്ടിലിരിക്കുമ്പോഴും പഠിക്കുവാൻ സാധിക്കും. ഇത്രയും സഹജമായ പഠനമാണ്. പ്രയത്നിച്ച് തൻ്റെ പാപങ്ങളെ മുറിക്കണം. മറ്റുള്ളവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കണം. മറ്റു ധർമ്മത്തിലുള്ളവർക്കും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ആർക്കും ഇത് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ആത്മാവാകുന്നു. ആത്മാവിൻ്റെ സ്വധർമ്മം ഒന്ന് തന്നെയാണ്. ഇതിൽ ഏതെങ്കിലും വ്യത്യാസം വരിക സാധ്യമല്ല. ശരീരം കാരണമാണ് അനേകം ധർമ്മങ്ങൾ ഉണ്ടാകുന്നത്. ആത്മാവാകട്ടെ ഒന്ന് തന്നെയാണ്. എല്ലാവരും ഒരേ ഒരു ബാബയുടെ കുട്ടികളാണ്. ആത്മാക്കളെ ബാബ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു. അതിനാൽ ബ്രഹ്മ മുഖവംശാവലി എന്ന് പാടപ്പെടുന്നു. ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും ആത്മാവിൻ്റെ പിതാവ് ആരാണ് എന്ന്. നിങ്ങൾ പൂരിപ്പിക്കുവാൻ കൊടുക്കുന്ന ഫോമിൽ വളരെയധികം അർത്ഥമുണ്ട്. പിതാവ് തീർച്ചയായും ഉണ്ടല്ലോ. ആ ഒന്നിനെ ഓർമ്മിക്കുകയും ചെയ്യുന്നു. ആത്മാവാണ് തൻ്റെ പിതാവിനെ ഓർമ്മിക്കുന്നത്. ഇക്കാലത്താകട്ടെ ഭാരതത്തിൽ ആരെയും ഫാദർ എന്ന് പറയുന്നു, മേയറിനെയും ഫാദർ എന്ന് പറയും. എന്നാൽ ആത്മാവിൻ്റെ പിതാവ് ആരാണ് അതറിയുന്നില്ല. പാടുന്നുമുണ്ട് നീ മാതാവും പിതാവും എന്ന്. പക്ഷേ അത് ആരാണ്, എങ്ങനെയാണ്, ഒന്നും അറിയില്ല. ഭാരതത്തിൽ തന്നെയാണ് നീ മാതാവും പിതാവും എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ബാബ തന്നെ ഇവിടെ വന്ന് മുഖവംശാവലി രചിക്കുന്നു. ഭാരതത്തെ തന്നെയാണ് മദർ കൺട്രി എന്ന് പറയുന്നത്. കാരണം ഇവിടെ തന്നെയാണ് ശിവബാബ മാതാപിതാവിൻ്റെ രൂപത്തിൽ പാട്ടഭിനയിക്കുന്നത്. ഇവിടെ തന്നെയാണ് ഭഗവാനെ മാതാപിതാവിൻ്റെ രൂപത്തിൽ ഓർമ്മിക്കുന്നത്. വിദേശത്തിൽ കേവലം ഗോഡ് ഫാദർ എന്ന് പറഞ്ഞു വിളിക്കുന്നു. പക്ഷേ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുവാൻ മാതാവും വേണമല്ലോ. പുരുഷനും സ്ത്രീയെ അഡോപ്റ്റ് ചെയ്യുന്നു. പിന്നെ അവരിലൂടെ കുട്ടികൾ ജനിക്കുന്നു. രചന രചിക്കപ്പെടുന്നു. ഇവിടെയും ഇദ്ദേഹത്തിൽ, അതായത് ബ്രഹ്മാവിൽ പരംപിത പരമാത്മാവാകുന്ന ബാബ പ്രവേശിച്ച് അഡോപ്റ്റ് ചെയ്യുന്നു. കുട്ടികൾ ജനിക്കുന്നു. അതിനാൽ ഈ ഒന്നിനെ മാതാപിത എന്ന് പറയുന്നു. അതാകട്ടെ ആത്മാക്കളുടെ പിതാവാണ്. പിന്നെ ഇവിടെ വന്ന് ഉത്പത്തി ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ കുട്ടികളാകുന്നു. അതിനാൽ ഫാദർ എന്നും മദർ എന്നും പറയുന്നു. അതാണെങ്കിൽ സ്വീറ്റ് ഹോമാണ്. അവിടെ എല്ലാ ആത്മാക്കളും വസിക്കുന്നു. അവിടെയും ബാബയ്ക്കല്ലാതെ മറ്റാർക്കും കൊണ്ടുപോകുവാൻ സാധിക്കില്ല. ആരെങ്കിലും കണ്ടുമുട്ടുമ്പോൾ പറയൂ, നിങ്ങൾ സ്വീറ്റ് ഹോമിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. പിന്നെ തീർച്ചയായും പാവനമാകേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ പതീതമാണ്. ഇത് അയണീഞ്ച്ഡ് തമോ പ്രധാന ലോകമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അയണേജ്ഡ് ആത്മാക്കൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുവാൻ സാധിക്കില്ല. ആത്മാക്കൾ സ്വീറ്റ് ഹോമിൽ പവിത്രമായി തന്നെയാണ് ഇരിക്കുന്നത്. അതിനാൽ ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. ഏതെങ്കിലും ദേഹധാരിയെ ഓർമ്മിക്കാതിരിക്കൂ. ബാബയെ എത്ര ഓർമ്മിക്കുമോ അത്രയും പാവനമാകും. പിന്നെ ഉയർന്ന പദവിയും നേടും നമ്പർ അനുസരിച്ച്. ലക്ഷ്മി നാരായണന്റെ ചിത്രത്തിൻ്റെ മേൽ ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് സഹജമാണ്. ഭാരതത്തിൽ ഇവരുടെ രാജ്യമുണ്ടായിരുന്നു. എപ്പോൾ ഇവർ രാജ്യം ഭരിച്ചിരുന്നുവോ അപ്പോൾ വിശ്വത്തിൽ ശാന്തി ഉണ്ടായിരുന്നു. വിശ്വത്തിൽ ശാന്തി ബാബയ്ക്ക് തന്നെയാണ് ഉണ്ടാക്കുവാൻ സാധിക്കുന്നത്. മറ്റാർക്കും ശക്തിയില്ല. ഇപ്പോൾ ബാബ നമ്മെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ലോകത്തേക്ക് വേണ്ടി രാജാക്കന്മാരുടെയും രാജാവ് എങ്ങനെയാകുവാൻ സാധിക്കും അത് പറഞ്ഞു തരുന്നു. ബാബ തന്നെയാണ് നോളജ്ഫുൾ. പക്ഷേ ആ ഒന്നിൽ ഏത് നോളജാണുള്ളത് ഇതാർക്കും അറിയില്ല. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും പരിധിയില്ലാത്ത ബാബ തന്നെയാണ് കേൾപ്പിക്കുന്നത്. മനുഷ്യർ ചിലപ്പോൾ പറയും സർവവ്യാപിയാണ്, അല്ലെങ്കിൽ പറയുന്നു എല്ലാവരുടെയും ഉള്ളിലുള്ളതിനെ അറിയുന്നവനാണ് എന്ന്. പിന്നെ സ്വയം തന്നെക്കുറിച്ച് അങ്ങനെ പറയുവാൻ സാധിക്കില്ല.
ഈ എല്ലാ കാര്യങ്ങളും ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നല്ല രീതിയിൽ ധാരണ ചെയ്ത് ഹർഷിതമാവുകയും വേണം. ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രം സദാ ഹർഷിത മുഖം ഉള്ളവരായി തന്നെയാണ് ഉണ്ടാക്കുന്നത്. സ്കൂളിൽ ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുന്നവർ എത്ര ഹർഷിതമായിരിക്കും. ഇവർ വളരെ വലിയ പരീക്ഷയാണ് പാസ്സാകുന്നത് എന്ന് മറ്റുള്ളവരും മനസ്സിലാക്കും. ഇതാണെങ്കിൽ വളരെ ഉയർന്ന പഠനമാണ്. ഫീസിൻ്റെയോ മറ്റോ യാതൊരു കാര്യവുമില്ല. കേവലം ധൈര്യത്തിൻ്റെ കാര്യമാണ്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. അതിൽ തന്നെയാണ് മായ വിഘ്നമിടുന്നത്. ബാബ പറയുന്നു, പവിത്രമാകൂ. ബാബയോട് പ്രതിജ്ഞ ചെയ്ത ശേഷം പിന്നെ മുഖം കറുപ്പിക്കുന്നു. വളരെ ശക്തനായ മായയാണ്. ഫെയിലായി പോകുന്നു എങ്കിൽ പിന്നെ അവരുടെ പേര് പാടപ്പെടുക സാധ്യമല്ല. ഇന്ന ആൾക്കാർ ആരംഭം മുതൽ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു, മഹിമ പാടപ്പെടുന്നു. ബാബ പറയുന്നു, തനിക്ക് വേണ്ടി സ്വയം പുരുഷാർത്ഥം ചെയ്ത് രാജധാനി പ്രാപ്തമാക്കണം. പഠനത്തിലൂടെ ഉയർന്ന പദവി നേടണം. ഇത് രാജയോഗമാണ്, പ്രജായോഗമല്ല. എന്നാൽ പ്രജകളും തയ്യാറാകുമല്ലോ. മുഖത്തിലൂടെയും സേവനത്തിലൂടെയും അറിയാൻ കഴിയും ഇവർ എന്താകാൻ യോഗ്യരാണ് എന്ന്. വീട്ടിൽ സ്റ്റുഡൻറ്റിൻ്റെ പെരുമാറ്റ രീതികളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും ഇവർ ഫസ്റ്റ് നമ്പറിൽ വരും അല്ലെങ്കിൽ തേർഡ് നമ്പറിൽ വരും എന്ന്. ഇവിടെയും അങ്ങനെ തന്നെ. അന്തിമത്തിൽ പരീക്ഷ പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സാക്ഷാത്കാരവും ഉണ്ടാകും. സാക്ഷാത്കാരം ഉണ്ടാകുന്നതിന് സമയമെടുക്കുന്നില്ല. പിന്നെ ലജ്ജ തോന്നും, നമ്മൾ തോറ്റുപോയി. തോൽക്കുന്നവരെ ആര് സ്നേഹിക്കും? മനുഷ്യർ സിനിമ കാണുന്നതിൽ സന്തോഷം അനുഭവിക്കുന്നു. എന്നാൽ ബാബ പറയുന്നു, നമ്പർ 1 മോശമാക്കി മാറ്റുന്ന ഒന്നാണ് സിനിമ. അതിന് പോകുന്നവർ കൂടുതലായും ഫെയിലായി വീണു പോകുന്നു. ചില ഫീമെയിൽസും അങ്ങനെയാണ്. സിനിമയ്ക്ക് പോകാതെ ഉറക്കം വരില്ല. സിനിമ കാണുന്നവർ അപവിത്രമാകാനുള്ള പുരുഷാർത്ഥം തീർച്ചയായും ചെയ്യും. ഇവിടെ എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ സന്തോഷമാണ് എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നു. അതെല്ലാം ദുഃഖത്തിന് വേണ്ടിയാണ്. ഇത് വിനാശി സന്തോഷങ്ങളാണ്. അവിനാശി സന്തോഷം അവിനാശിയായ ബാബയിൽ നിന്നാണ് ലഭിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നു, ബാബ നമ്മളെ ഈ ലക്ഷ്മി നാരായണനെ പോലെ ആക്കുന്നു. മുൻപാകട്ടെ 21 ജന്മത്തേക്ക് എന്നാണ് എഴുതിയിരുന്നത്. ഇപ്പോൾ ബാബ എഴുതുന്നു 50-60 ജന്മത്തേക്ക് എന്ന്. കാരണം ദ്വാപരയിലും ആദ്യം വളരെയധികം ധനികനും സുഖിയും ആയി കഴിയുന്നുവല്ലോ. പതീതമാകുന്നു എങ്കിലും ധനം വളരെയധികം ഉണ്ടായിരിക്കും. എപ്പോഴാണോ തികച്ചും തമോ പ്രധാനമാകുന്നത് അപ്പോൾ ദുഃഖം ആരംഭിക്കുന്നു. ആദ്യമാണെങ്കിൽ സുഖമുള്ളവരായി ഇരിക്കുന്നു. എപ്പോൾ വളരെ ദുഃഖിതരാകുന്നു അപ്പോൾ ബാബ വരുന്നു. മഹാ അജാമിലിനെ പോലെയുള്ള പാപികളെയും ഉദ്ധരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ എല്ലാവരെയും മുക്തിധാമത്തിലേക്ക് കൊണ്ടുപോകും. പിന്നെ സത്യയുഗത്തിൻ്റെ രാജധാനിയും നിങ്ങൾക്ക് നൽകുന്നു. സർവരുടെയും മംഗളം ഉണ്ടാകുന്നുവല്ലോ. സർവരെയും തൻ്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കുന്നു, ശാന്തിയിലും സുഖത്തിലും. സത്യയുഗത്തിൽ എല്ലാവർക്കും സുഖം ഉണ്ടായിരിക്കും. ശാന്തിധാമത്തിലും സുഖമായിരിക്കുന്നു. വിശ്വത്തിൽ ശാന്തി ഉണ്ടാകണം എന്ന് പറയുന്നു. പറയൂ, ഈ ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യം എപ്പോൾ ഉണ്ടായിരുന്നോ അപ്പോൾ വിശ്വത്തിൽ ശാന്തി ഉണ്ടായിരുന്നുവല്ലോ. ദുഃഖത്തിൻ്റെ കാര്യം ഉണ്ടാവുക സാധ്യമല്ല. ദുഃഖവുമില്ല, അശാന്തിയുമില്ല. ഇവിടെയാണെങ്കിൽ ഓരോ വീട്ടിലും അശാന്തിയാണ്. ദേശദേശങ്ങളിലും അശാന്തിയാണ്. മുഴുവൻ വിശ്വത്തിൽ തന്നെ അശാന്തിയാണ്. എത്ര കഷ്ണമായി കിടക്കുന്നു. എത്ര ഫ്രാക്ഷനാണ്. 100 മൈൽ കഴിയുമ്പോൾ ഭാഷ വേറെയാണ്. ഇപ്പോൾ പറയുന്നു ഭാരതത്തിൻ്റെ പ്രാചീന ഭാഷ സംസ്കൃതമാണ്. ഇപ്പോൾ ആദി സനാതന ധർമ്മത്തിൻ്റെ തന്നെയാണ് ആർക്കും അറിഞ്ഞുകൂടാത്തത്. പിന്നെ
ഇത് പ്രാചീന ഭാഷയാണ് എന്ന് ഇങ്ങനെ പറയും? ആദ്യ സനാതന ദേവീ ദേവതാ ധർമ്മം എപ്പോൾ ഉണ്ടായിരുന്നു എന്നത് നിങ്ങൾക്കും നമ്പർ ബാറായി പറയുവാൻ സാധിക്കും. ചിലരാണെങ്കിൽ ഡൾ ഹെഡുമായിരിക്കും, അതായത് മൂഢബുദ്ധിയുമായിരിക്കും. ഇവർ കല്ല് ബുദ്ധി പോലെയാണ് എന്ന് കാണപ്പെടുകയും ചെയ്യുന്നു. അജ്ഞാനകാലത്തും പറയുന്നുവല്ലോ, അല്ലയോ ഭഗവാനെ, ഇവരുടെ ബുദ്ധിയുടെ പൂട്ട് തുറക്കൂ എന്ന്. ബാബ കുട്ടികളായ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ പ്രകാശം നൽകുന്നു. അതിലൂടെ പൂട്ട് തുറന്നു വരുന്നു. എങ്കിലും ചിലരുടെയൊക്കെ ബുദ്ധി തുറക്കുന്നില്ല. പറയുന്നു, ബാബ, അങ്ങ് ബുദ്ധിമാന്മാരുടെയും ബുദ്ധിയാണ്. എൻ്റെ പതിയുടെ ബുദ്ധിയുടെ പൂട്ട് തുറക്കൂ. ബാബ പറയുന്നു, ഇതിനു വേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരുടെയും ബുദ്ധിയുടെ പൂട്ട് തുറക്കുവാൻ. എങ്കിൽ പിന്നെ എല്ലാവരുടെയും ബുദ്ധി തുറക്കുമായിരുന്നേനെ. എല്ലാവരും മഹാരാജാവും മഹാറാണിയും ആകുമായിരുന്നേനെ. ഞാൻ എങ്ങനെ എല്ലാവരുടെയും പൂട്ട് തുറക്കും? ആ ആൾക്ക് സത്യയുഗത്തിൽ വരേണ്ടതേ ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ പൂട്ട് തുറക്കും? ഡ്രാമ അനുസരിച്ച് സമയമാകുമ്പോൾ തന്നെയാണ് അവരുടെ ബുദ്ധി തുറക്കുന്നത്. ഞാൻ എങ്ങനെ തുറക്കും? ഡ്രാമയ്ക്കും പങ്കുണ്ടല്ലോ. എല്ലാവരും ഫുൾ പാസ് ആകുന്നില്ല. സ്കൂളിലും നമ്പർ ബാറായിരിക്കും. ഇതും പഠനമാണ്. പ്രജയും തയ്യാറാകണം. എല്ലാവരുടെയും പൂട്ട് തുറന്നു വരികയാണെങ്കിൽ പ്രജ എവിടെ നിന്ന് വരും? ഇത് നിയമമല്ല. നിങ്ങൾ കുട്ടികൾക്ക് പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ഓരോരുത്തരുടെയും പുരുഷാർത്ഥത്തിലൂടെ അറിയുവാൻ കഴിയുന്നു ആരാണ് നല്ല രീതിയിൽ പഠിക്കുന്നത്. അവരെ പലയിടങ്ങളിലേക്കും വിളിക്കുന്നു. ബാബയ്ക്കറിയാം ആരെല്ലാമാണ് നല്ല രീതിയിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കണം. നല്ല രീതിയിൽ പഠിക്കുമെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകും, പിന്നെ സ്വർഗത്തിലേക്ക് അയക്കും. ഇല്ലെങ്കിൽ ശിക്ഷകൾ വളരെ കടുത്തതാണ്. പദവിയും ഭ്രഷ്ടമായി പോകും. സ്റ്റുഡൻറ്റിന് ടീച്ചറിൻ്റെ ഷോ ചെയ്യണം. ഗോൾഡൻ ഏജിൽ പാരസ് ബുദ്ധിയായിരുന്നു, ഇപ്പോൾ അയൺ ഏജ് ആണ്. അതിനാൽ ഇവിടെ ഗോൾഡൻ ഏജ് ബുദ്ധി എങ്ങനെ ഉണ്ടാകും? വിശ്വത്തിൽ ശാന്തി ഉണ്ടായിരുന്നു എപ്പോഴാണോ ഒരു രാജ്യവും ഒരു ധർമ്മവും ഉണ്ടായിരുന്നത്. പത്രത്തിലും നിങ്ങൾക്ക് ഇടുവാൻ സാധിക്കും, ഭാരതത്തിൽ എപ്പോൾ ഇവരുടെ രാജ്യമുണ്ടായിരുന്നു അപ്പോൾ വിശ്വത്തിൽ ശാന്തി ഉണ്ടായിരുന്നു. അന്തിമത്തിൽ തീർച്ചയായും മനസ്സിലാക്കും. കുട്ടികളായ നിങ്ങളുടെ പേര് പ്രശസ്തമാകണം. ആ പഠനത്തിൽ എത്ര പുസ്തകങ്ങളും മറ്റും പഠിക്കുന്നു. ഇവിടെയാണെങ്കിൽ ഒന്നുമില്ല. പഠനം തികച്ചും സഹജമാണ്. ബാക്കി ഓർമ്മയിൽ നല്ല നല്ല മഹാരഥികളും ഫീലാണ്. ഓർമ്മയുടെ മൂർച്ചയില്ലെങ്കിൽ ജ്ഞാനമാകുന്ന വാൾ പ്രവർത്തിക്കുകയില്ല. വളരെയധികം ഓർമ്മിക്കണം, അപ്പോൾ മൂർച്ച വരും. ബന്ധനത്തിലുമായിക്കൊള്ളട്ടെ, എങ്കിലും ഓർമ്മിച്ചു കൊണ്ടിരുന്നാൽ വളരെയധികം നേട്ടമുണ്ട്. ഒരിക്കലും ബാബയെ കണ്ടിട്ട് പോലും ഇല്ലെങ്കിലും ഓർമ്മയിൽ തന്നെയാണ് പ്രാണൻ ഉപേക്ഷിക്കുന്നതെങ്കിൽ പോലും വളരെ നല്ല പദവി നേടുവാൻ സാധിക്കും. കാരണം വളരെയധികം ഓർമ്മിക്കുന്നു. ബാബയുടെ ഓർമ്മയിൽ സ്നേഹത്തിൻ്റെ കണ്ണുനീരൊഴുക്കുന്നു. ആ കണ്ണുനീർ മുത്തുകളായി മാറുന്നു. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തനിക്കു വേണ്ടി സ്വയം പുരുഷാർത്ഥം ചെയ്ത് ഉയർന്ന പദവി നേടണം. പഠനത്തിലൂടെ സ്വയം തനിക്ക് രാജതിലകം നൽകണം. ജ്ഞാനം നല്ല രീതിയിൽ ധാരണ ചെയ്ത് സദാ ഹർഷിതമായിരിക്കണം. ജ്ഞാനമാകുന്ന വാളിൽ ഓർമ്മയുടെ മൂർച്ച വരുത്തണം. ഓർമ്മയിലൂടെ തന്നെ ബന്ധനങ്ങൾ മുറിക്കണം. ഒരിക്കലും മോശമായ സിനിമ കണ്ട് തൻ്റെ സങ്കല്പങ്ങളെ അപവിത്രമാക്കരുത്. വരദാനം: ലൗകികത്തെ അലൗകികത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി സർവ ദൗർബല്യങ്ങളിൽ നിന്നും മുക്തമാകുന്ന മാസ്റ്റർ സർവശക്തിവാനായി ഭവിക്കട്ടെ.
ആരാണോ മാസ്റ്റർ സർവശക്തിവാൻ നോളജ്ഫുൾ ആയ ആത്മാക്കൾ, അവർ ഒരിക്കലും ഏതെങ്കിലും ദൗർബല്യത്തിനോ സമസ്യകൾക്കോ വശംവദരാകുന്നില്ല. കാരണം അവർ അമൃതവേള മുതൽ എന്ത് കണ്ടാലും കേട്ടാലും ചിന്തിച്ചാലും കർമ്മം ചെയ്താലും അതിനെ ലൗകികത്തിൽ നിന്നും അലൗകികത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നു. ഏതൊരു ലൗകിക വ്യവഹാരവും നിമിത്തമാത്രമായി ചെയ്തുകൊണ്ട് അലൗകിക കാര്യം സദാ സ്മൃതിയിൽ നിലനിൽക്കുമെങ്കിൽ ഒരു പ്രകാരത്തിലുമുള്ള മായാവി വികാരങ്ങൾക്ക് വശംവദനായ വ്യക്തിയുടെ സമ്പർക്കത്തിലൂടെ സ്വയം വശംവദർ ആവുകയില്ല. തമോ ഗുണി വൈബ്രേഷനിലും സദാ കമ്മല സമാനം ഇരിക്കും. ലൗകിക മാലിന്യത്തിൽ കഴിയുമ്പോഴും അതിൽ നിന്നും വേറിട്ടിരിക്കും. സ്ലോഗൻ: സർവരെയും സന്തുഷ്ടമാക്കൂ, അപ്പോൾ പുരുഷാർത്ഥത്തിൽ സ്വതവേ ഹൈ ജമ്പ് ഉണ്ടാകും. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. സങ്കല്പശക്തി ശേഖരിക്കണമെങ്കിൽ ഏത് കാര്യം കാണുമ്പോഴും കേൾക്കുമ്പോഴും സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. അഥവാ സങ്കല്പങ്ങളിൽ എന്തുകൊണ്ട്, എന്ത് എന്നതിൻ്റെ ക്യൂ സൃഷ്ടിച്ചുവെങ്കിൽ, വ്യർത്ഥത്തിൻ്റെ രചന രചിച്ചുവെങ്കിൽ അതിൻ്റെ പാലന ചെയ്യേണ്ടി വരും. സങ്കല്പം, സമയം, എനർജി, അതിൽ ചിലവുണ്ടായിക്കൊണ്ടിരിക്കും. അതിനാൽ ഇപ്പോൾ ഈ വ്യർത്ഥ രചനയുടെ ബർത്ത് കൺട്രോൾ നടത്തൂ. അപ്പോൾ പരിധിയില്ലാത്ത സേവനത്തിന് നിമിത്തമാകുവാൻ സാധിക്കും. സങ്കല്പങ്ങളുടെ സർവവിസ്താരത്തെയും സാരരൂപത്തിൽ ഒതുക്കി എൻ്റെ ശ്രദ്ധയെ ഞാൻ ആത്മജ്യോതിയിൽ സ്ഥിരമാക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാകുന്നു. പവിത്ര സ്വരൂപമാണ്. ഈ ശക്തിശാലി സ്വമാനം സ്ഥൂല കർമ്മേന്ദ്രിയങ്ങളെ ശീതളമാക്കി മാറ്റുന്നു. മനസ്സും ബുദ്ധിയും സംസ്കാരവും ആകുന്ന സൂക്ഷ്മ ശക്തികളെ എൻ്റെ നിയന്ത്രണത്തിൽ വരുത്തുന്നു. പവിത്ര സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും പവിത്രതയുടെ പ്രകാശ തരംഗങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ ബുദ്ധി ബലത്തിലൂടെ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയാകുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന എൻ്റെ മധുരമായ ഗ്രഹത്തിൽ, നിരാകാരി ലോകത്തിൽ, നിരാകാരനായ പരമാത്മാവിൻ്റെ സമീപം നിരാകാര സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ദിവ്യവും തേജസ്വിയുമായ സ്വരൂപത്തിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുമ്പോൾ പരമാത്മാവിൽ നിന്നും ഒരു പ്രകാശധാരയായി പ്രവഹിക്കുന്ന സമസ്ത ശക്തികളും ഗുണങ്ങളും ആത്മാവിൽ നിറയുന്നു. ഈ ദിവ്യ അലൗകിക ഈശ്വരീയ സംഘത്തിലൂടെ പ്രാപ്തമായ ശക്തി സർവ അലൗകിക വിശേഷതകളെയും ജീവിതത്തിൽ പകർത്തുവാനുള്ള
വിശേഷ വരദാനമായി മാറുന്നു. ഈ സമ്പന്നമായ അലൗകിക സ്ഥിതി നിലനിർത്തി ഞാൻ മസ്തക സിംഹാസനത്തിലേക്ക് ബുദ്ധിബലത്താൽ മടങ്ങി വരുന്നു.